ഹലോ ഫ്രണ്ട്സ്, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഞാൻ ഉലുവയുടെ ഗുണങ്ങളെ പറ്റിയിട്ടും അത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ പലരും പൂർണ്ണമായിട്ട് ലാസ്റ്റിൽ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് ആ ഒരു പറയുന്ന സ്ഥലങ്ങൾ കാണാതെ പലപ്പോഴും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്, ഇത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി വളരെ ചെറിയ രീതിയിലാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ഉലുവ കഴിക്കാൻ പാടില്ലാത്തത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന, അതുപോലെ തന്നെ ബ്ലഡ് തിന്നർ ആയിട്ടുള്ള എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇത് കഴിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഉലുവ കുറച്ചുകൂടി ഒരു ബ്ലഡ് തിന്നറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുള്ളവർക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾക്കോ ക്രിയാറ്റിൻ അമിതമായിട്ട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ളവർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. ലിവർ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി ചിലർ ചോദിക്കാറുണ്ട്, പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അല്ലെ പ്രമേഹം കൂടുന്ന അവസ്ഥയിൽ ഉലുവ നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത്. പക്ഷേ ഉലുവ നമുക്ക് ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. കാരണം നമുക്ക് ഈ സമയത്ത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ വരാനുള്ള ഒരു സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പലപ്പോഴും ഡെലിവറിക്ക് ശേഷം ഈ പറയുന്ന പ്രമേഹത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്രഗ്നൻസി സമയത്ത് ഒട്ടും കൺട്രോളിലല്ലാത്ത രീതിയിലുള്ള ഡയബറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ പ്രകാരം അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, അത് നിങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസിനനുസരിച്ച് മാത്രമേ നമുക്ക് മരുന്നുകൾ ആ ഒരു സമയത്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അത്തരം ഗൈനക്കോളജിസ്റ്റുകളോട് ഉള്ള ഒപ്പീനിയൻ ചോദിച്ചിട്ട് വേണം നമ്മളത് കഴിക്കാനുള്ളത് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ചിലർ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ പറയുന്ന ഉലുവ കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കറികളോടൊപ്പം ഒക്കെ ചേർത്തിട്ടോ ലേഹ്യങ്ങളോടൊപ്പം ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ ഉലുവയുടെ മാത്രമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം ഈ സമയത്ത് നമുക്ക് പറ്റത്തില്ല. കാരണം അമ്മമാർക്ക് ഇതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല പറയുന്നത്. അമ്മമാർക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ഇത് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഉലുവ കഴിക്കരുത് എന്ന് പറയുന്നത്. പലർക്കും ഇത് ഞാൻ ആ ഡീറ്റെയിൽഡ് വീഡിയോയിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും ആ ഒരു കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ മറുപടി